റീമയുടെ മരണം ഗാർഹിക പീഡനമെന്നാണ് ആരോപണം. തന്റെ മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമെന്ന് റീമയുടെ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. ഇന്നലെ വൈകിട്ട് സ്വന്തം വാട്സപ്പിലാണ് റീമ ഇക്കാര്യം ടൈപ്പ് ചെയ്തത്. റീമയുടെ കുഞ്ഞിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അവിടെ നിന്ന് വിവരങ്ങളുമായി നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, ഒരു ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയാൻ സാധിക്കുമോ നമുക്ക് ഈ വാട്സപ്പ് സന്ദേശത്തെ? എങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയുള്ള തെരച്ചിൽ? ബില്ല് ഏതായാലും ഇപ്പോൾ നിർണായകമായത്, അതായത് ഈ കേസ് സംഭവത്തിൽ ഈ ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ ഗാർഹിക പീഡനമാണെന്ന ആരോപണം ശക്തമായി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ റീമയുടെ ഫോണിൽ നിന്ന് ഇത്തരമൊരു കുറിപ്പ് കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഹസ്ബൻഡും അവരുടെ അമ്മയുമാണ് എന്നാണ് റീമ ഇന്നലെ വൈകിട്ട് 6:02 സ്വന്തം വാട്സാപ്പിൽ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചത്. തീർച്ചയായും ഈ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബന്ധുക്കൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ അടിയൊഴുക്ക് ഈ പുഴയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് കുട്ടി ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സംഘം. നിഖിൽ, ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണല്ലോ. ഇത് നേരത്തെ റിമയുടെ മൃതദേഹം ഏത് ഭാഗത്തു നിന്നാണ് കിട്ടിയത്? ഈ പാലത്തിൽ നിന്ന് എത്ര അകലത്തിലാണ് കിട്ടിയത്? ഇപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തെരച്ചിൽ ഏതെല്ലാം പ്രദേശത്താണ്? ഈ റീമയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ പാലത്തിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്ററോളം മാറി റെയിൽവേ പാലത്തോട് ചേർന്ന കണ്ടൽക്കാട്ടിൽ നിന്നായിരുന്നു റീമയുടെ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റീമ ശരീരത്തോട് ചേർത്ത് കുട്ടിയെ ചേർത്ത് കെട്ടിയായിരുന്നു പുഴയിലേക്ക് ചാടിയത്. ചാടുന്ന സമയത്ത് കുട്ടി ഈ കെട്ടിൽ നിന്ന് വേർപെട്ട് പോയി എന്നാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ ഈ റീമയുടെ മൃതദേഹം കിട്ടിയ പരിസരവും ഈ രണ്ട് പാലങ്ങൾക്കിടയിലുള്ള ഭാഗവും പൂർണ്ണമായും ഫയർഫോഴ്സും ഒപ്പം തന്നെ 3 അംഗ സ്കൂബ ടീമും നാട്ടുകാരും എല്ലാം ചേർന്ന തിരച്ചിൽ 2 തവണ തിരച്ചിൽ നടത്തി കഴിഞ്ഞു. ഒരു പക്ഷേ ഇവിടെ നിന്നും ഒഴുകി ഈ പാലക്കോട് ഭാഗത്തേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആ പ്രദേശത്തെക്കുറിച്ച് അറിവുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആ ഭാഗത്തേക്ക് കൂടി ഒരുപക്ഷെ തിരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നിഖിൽ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വന്തം വാട്സപ്പിൽ തന്നെ ഈ സന്ദേശം ടൈപ്പ് ചെയ്ത് വെക്കുകയും പിന്നീട് ആ ഫോൺ എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നിഖിൽ? പിന്നിൽ ഈ ഫോൺ വീട്ടിൽ നിന്ന് തന്നെയാണ് ബന്ധുക്കൾ കിട്ടിയത് എന്നാണ് നമുക്കിപ്പോൾ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. വീട്ടിൽ തന്നെയായിരുന്നു ഈ ഫോൺ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി ഈ റീമയെ ഈ പാലത്തിന് സമീപം കണ്ടിരുന്നു എന്ന് കൂടി ചില നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യം അങ്ങനെ ഒരു ശ്രമം നടത്തിയിരിക്കാം. പിന്നീട് ഒരുപക്ഷെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടോ മറ്റോ തിരിച്ചുപോയി പിന്നെ പുലർച്ചെ 1:30 വന്നതാവാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. ഏതായാലും സ്കൂട്ടറിലെത്തി പാലത്തോട് കുറച്ചപ്പുറം മാറി അവിടെ സ്കൂട്ടർ വെച്ചതിന് ശേഷം കുട്ടിയുമായി പുഴയിലേക്ക് ചാടുകയായിരുന്നു ഇന്നലെ ചെയ്തത്. ഓക്കെ, ശരി. റീമയുടെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയാവുന്ന വിധത്തിൽ റീമയുടെ മൊബൈൽ തന്നെ റിമ അടിച്ചു സൂക്ഷിച്ച് വീട്ടിൽ വെച്ചിരുന്ന ഫോണിൽ ഉണ്ടായിരുന്ന വാട്സപ്പ് സന്ദേശത്തിലാണ് ഇപ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും അയാളുടെ അമ്മയും ആണ് ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദി എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ലഭ്യമായിട്ടുള്ളത്. ഇന്നലെ 6:02 ആ മെസ്സേജ് സ്വന്തം അയച്ചിട്ടുള്ളത് എന്നുള്ളതും സ്ക്രീൻഷോട്ടിലൂടെ കാണാനാകുന്നുണ്ട്. ഇതിപ്പോൾ റിമയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മൊബൈൽ സന്ദേശം അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശം പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതേസമയം റിമയുടെ മകൻ ഋഷപ്പിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.